Hello all, I welcome you all again for our next session. We are continuing about ERP, Enterprise Resource Planning. Today we have to discuss about need for ERP in business. Need for ERP in business. നമുക്കിന്ന് എന്തുകൊണ്ട് ERP, why ERP in business discuss ചെയ്യണം. Mainly there exist 11 criteria, 11 important points ഉണ്ടാവും. എന്തുകൊണ്ട് ERP Enterprise Resource Planning ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിന്. ഇന്ന് എങ്ങനെ ബിസിനസ് ഫീൽഡിൽ ERP ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടർ ആയിട്ട് മാറി. റൈറ്റ്. ഓക്കെ. The first one is business integration. First one. Second one is flexibility. Third one is better decision making. Fourth one is use of latest technology. Fifth one, standardize and speed up manufacturing processes. Sixth one, standardize HR information. Seventh one, reduced inventory and inventory carrying cost. Eighth one, reduced manpower cost. Ninth one, reduced material cost. 10th one, improves sales and customer service. And 11, efficient financial management. ഇത്രയും ഫെസിലിറ്റി ERP ബിസിനസ് എൻവയറമെന്റ് ബിസിനസ് ഓർഗനൈസേഷൻസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ബിസിനസ് ഇന്റഗ്രേഷൻ, മോസ്റ്റ് important advantage of ERP is integration. അതായത് CEO, ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ CEO, he can just go through with the ERP, then he can determine the different what functions occurring in the ബിസിനസ് ഓർഗനൈസേഷൻ. എന്തൊക്കെ ഫങ്ഷൻസ് ഓർഗനൈസ് ചെയ്യുന്നു മൊത്തം വലിയൊരു ഇൻഡസ്ട്രിയിൽ സിഇഒന് ജസ്റ്റ് വന്നിട്ട് ആ ഒരു ERP എൻവയറമെന്റിൽ ERP സോഫ്റ്റ്വെയറിൽ അനാലിസിസ് നടത്തിയാൽ മതി. ഓക്കെ. അദ്ദേഹത്തിന് എല്ലാ ഇൻഫോർമേഷൻസും അവിടെ നിന്ന് തന്നെ ഒറ്റ എൻവയറമെന്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അതുകൊണ്ടാണ് ബിസിനസ് ഇന്റഗ്രേഷൻ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് കാണിക്കുന്നത്. ERPയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബിസിനസ് ഇന്റഗ്രേഷൻ ആണ്. റൈറ്റ്. സെക്കൻഡ് വൺ ഈസ് ഫ്ലെക്സിബിലിറ്റി. ദ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ERP ഈസ് ഫ്ലെക്സിബിലിറ്റി. മൾട്ടി ഫങ്ഷൻ എൻവയറമെന്റ്സ്, അതായത് ലാംഗ്വേജ്, കറൻസി, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അങ്ങനെ പല തരത്തിലുള്ള സിസ്റ്റം ഉണ്ട് ഓരോ എൻവയറമെന്റിലും. ഇന്ത്യയിൽ തന്നെ പല സിസ്റ്റമാണ്. ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള സിസ്റ്റം ആയിരിക്കില്ല തമിഴ്നാട്ടിൽ, അതായിരിക്കില്ല കർണാടകയിൽ. റൈറ്റ്. മൾട്ടി ലൊക്കേഷൻസിൽ എവിടെയായാലും ഒരു എന്താ പറയുക, ഒരു യൂണിഫൈഡ് മോഡൽ, സ്റ്റാൻഡർഡൈസ്ഡ് മോഡൽ ERP സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്തിരുന്നു. എവിടെയായിരുന്നു നമുക്ക് വർക്ക് ചെയ്യാം. ഇഫ് ഇറ്റ് ഇസ് ഇൻ കേരള ഓർ ഇൻ ഹിമാചൽ പ്രദേശ് ഓർ ഇൻ ഡൽഹി ഓർ ഇൻ മഹാരാഷ്ട്ര ഓർ ഇൻ പഞ്ചാബ് ഓർ ഇൻ മണിപ്പൂർ, വേറെവർ ഇറ്റ് ഈസ്, നമുക്കൊരു സ്റ്റാൻഡർഡൈസ്ഡ് യൂണിഫൈഡ് മോഡൽ ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് ആണ് ഈ ഫ്ലെക്സിബിലിറ്റി. റൈറ്റ്. Then third one, better decision making. The ERP enabling the comprehensive and unfilled management of related business and its data. Okay. It provides a very good type decision support system and stimulation systems. Right. അതായത് ERP നല്ലൊരു ഒരു ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം, സ്റ്റിമുലേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരുന്നു ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആയാലും ഒരു ബിസിനസ് എൻവയറമെന്റിൽ. അത് അനദർ
one of the important advantages, better decision making. Fourth one, use of latest technology. അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ERP യൂട്ടിലൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് യൂസ് ഓഫ് ലേറ്റസ്റ്റ് ടെക്നോളജി. IT-യുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ERP യൂട്ടിലൈസ് ചെയ്യുന്നു. എല്ലാ ERP വെൻഡേഴ്സും ക്വിക്ലി അഡോപ്റ്റ് ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ലൈക്ക് ഓപ്പൺ സിസ്റ്റം, ക്ലയൻറ്റ് സെർവർ ടെക്നോളജി, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ എയ്ഡഡ് അക്വിസിഷൻ, ലോജിസ്റ്റിക്സ് സപ്പോർട്ട്, ഇലക്ട്രോണിക് കോമേഴ്സ്, അങ്ങനെ എല്ലാ IT-യുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സും എല്ലാം ERP അഡോപ്റ്റ് ചെയ്യുന്നു ക്വിക്ലി. ഓക്കെ, സോ യൂസ് ഓഫ് ലേറ്റസ്റ്റ് ടെക്നോളജി എസ്പെഷ്യലി IT is another important aspect of ERP. Right. And fifth one, standardize and speed up manufacturing processes. Standardize and speed up manufacturing processes. അതായത് ഒരു മാനുഫാക്ചറിങ് കമ്പനീസിന് അവർക്ക് ERP സിസ്റ്റം യൂട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു മാനുഫാക്ചറിങ് സിസ്റ്റത്തെ സ്പീഡപ്പ് ചെയ്യാനും ഒരു യുണീക്ക് ആക്കാനും സ്റ്റാൻഡർഡൈസ് ചെയ്യാനൊക്കെ സാധിക്കുന്നു ERP ഉപയോഗിച്ച് കഴിഞ്ഞ് വരുമ്പോൾ. റൈറ്റ്, കാരണം അവർക്ക് ഒരു സിംഗിൾ എൻവയറമെന്റ്, ഒരു സിംഗിൾ സിസ്റ്റം അവൈലബിൾ ആണ്. റൈറ്റ്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലാക്കണമെങ്കിൽ ERP ഇല്ലാതെ ഒന്നും ഇല്ലാത്ത പഴയ സിസ്റ്റവും ഇപ്പോൾ ERP യൂട്ടിലൈസ് ചെയ്തുള്ള പുതിയ സിസ്റ്റവും കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ പ്രൊഡക്ഷൻ ഇത് കൂടും. യൂട്ടിലിറ്റീസിൻ്റെ ഈ പ്രോപ്പർ റിസോഴ്സിൻ്റെ യൂട്ടിലിറ്റീസിൻ്റെ മാനേജ്മെൻറ്റ് കൊണ്ട് ഈ ERP സിസ്റ്റം ഉള്ളതുകൊണ്ട് പ്രൊഡക്ഷൻ ഒരേ യൂണിറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി കൂടും. റൈറ്റ്, ദാറ്റ് ഈസ് ദ അനദർ അഡ്വാൻറ്റേജസ്. Then next one, sixth one, standardize HR information. Okay, ഹ്യൂമൻ റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ERP പ്രൊവൈഡ് ചെയ്യുന്നു. Most ERP systems were designed to provide standardized human resource information. നല്ല രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻസിനെ കോറിലേറ്റ് ചെയ്യാനും സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ERP പ്രൊവൈഡ് ചെയ്യുന്നു. Right. Then next one, seventh one, reduced inventory and inventory carrying cost. Okay, ഇൻവെന്ററി റെഡ്യൂസ് ചെയ്യാനും അതിനെ ക്യാരി ചെയ്യാനുള്ള കോസ്റ്റും ഭയങ്കരമായ രീതിയിൽ കുറയ്ക്കുന്നു ERP സിസ്റ്റംസ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് എസ്പെഷ്യലി ഇൻ മാനുഫാക്ചറിങ് ഏരിയ. ഓക്കെ, നമുക്ക് നല്ല രീതിയിലുള്ള റവന്യൂ കുറക്കാനായിട്ട് ഏത് സെക്ടറിൽ ഇൻവെന്ററി മാനേജ്മെന്റ്, ഇൻവെന്ററി കുറയ്ക്കാനും ഇൻവെന്ററി ക്യാരിങ് കുറയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നു ERP. Okay, then next one, reduced manpower cost. Eighth one, reduced manpower cost. ഈ പ്രോപ്പർ ആയിട്ടുള്ള ERP ഇംപ്ലിമെന്റേഷൻ മാൻപവർ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അത് ERP സോഫ്റ്റ്വെയർ എനേബിൾ ചെയ്താൽ ശേഷം അത് ഫങ്ഷൻ ചെയ്യിക്കാൻ കഴിവുള്ള ഒരു IT സ്പെഷ്യലിസ്റ്റിനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മറ്റൊരുപാട് മാൻപവർ ആയിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. Reduced manpower cost. Ninth one, reduced material cost. Okay, അതായത് ERP improves the procurement practices. Okay, it lead to better vendor negotiations for prices, typically resulting in cost reductions in materials എന്ന് പറയും. ERP systems provide negotiation information such as projected material requirements by commodity group and vendor performance statistics. Thus, we can reduce the material cost. Okay, it gives suppliers a better visibility of future requirements. Okay, help them to achieve efficiencies that can be passed on as lower material costs. Right, ഈ മെറ്റീരിയൽ കോസ്റ്റിനെ കുറയ്ക്കാനായിട്ടുള്ള ഒത്തിരി ഫെസിലിറ്റീസ് ERP പ്രൊവൈഡ് ചെയ്യുന്നു. ERP improves the procurement practices. It leads to better vendor negotiations for prices, typically resulting in cost
reductions in materials. Okay, it provides negotiation information such as projected material requirements by commodity group and vendor performance statistics. അപ്പോൾ വെൻഡർ പെർഫോമൻസ് സ്റ്റാറ്റിക്സും കമോഡിറ്റി ഗ്രൂപ്പിൻ്റെയും ഒക്കെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ കൊണ്ട് ഇറ്റ് പ്രൊജക്റ്റഡ് മെറ്റീരിയൽ എന്തൊക്കെ മെറ്റീരിയൽ റിക്വയർമെന്റ് നേരത്തെ കാലം കൂട്ടി പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, thus we can improve the cost. Thus we can improve the system, not cost, improve the system by reducing the material cost. Right, that is reduced material cost. Okay, then next one, improve sales and customer service. Okay, improved coordination of sales and production leads to better customer service and increased sales. Okay, improved sales and customer service provide ചെയ്യുന്നു ERP. ഓക്കെ, സെയിൽസ്, കസ്റ്റമർ സർവീസ് ഇതൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു ഫെസിലിറ്റി എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് പ്രൊവൈഡ് ചെയ്യുന്നു, മറ്റൊരു ഫെസിലിറ്റി. ഓക്കെ, then last one, 11th one, efficient financial management. Okay, improved collection procedures from debitors can reduce the number of days of outstanding receivables, thereby providing additional available cash. Okay, അതായത് ഒരു accurate invoice creation കൃത്യമായിട്ട് directly from shipment transactions, timely customer statements by the proper accounts. ഇതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? എഫിഷ്യൻറ്റ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഒരു സിസ്റ്റം ERP പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ട്രേഡ് ക്രെഡിറ്റ് ക്യാൻ ഓൾസോ ബി മാക്സിമൈസ്ഡ് ബൈ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ബൈ സപ്ലയർ ഡിസ്കൗണ്ട്സ്. അങ്ങനെ ഒത്തിരി ഡിസ്കൗണ്ട് പോലുള്ള ഫെസിലിറ്റീസ് അഡീഷണൽ ആഡ് ചെയ്തുകൊണ്ട് ട്രേഡ് ക്രെഡിറ്റ് മാക്സിമൈസ് ചെയ്യുന്നു. അത്തരം എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു എഫിഷ്യൻറ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് എഫിഷ്യൻറ്റ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം ഏതൊരു ബിസിനസ് എൻവയോൺമെന്റിലും ഈ ERP പ്രൊവൈഡ് ചെയ്യുന്നു. ദസ് അനദർ ഫെസിലിറ്റി, എഫിഷ്യൻറ്റ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 11 ക്രൈറ്റീരിയാസ് ആണുള്ളത്. ഇത് ERPനെ ബിസിനസ് എൻവയോൺമെന്റിൽ വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആക്കി മാറ്റുന്നു. ഓക്കെ, സോ നീഡ് ഫോർ ERP in business, we can classify this into 11. 1. Business integration. 2. Flexibility. 3. Better decision making for use of latest technology. 5. Standardize and speed of manufacturing processes. 6. Standardize HR information. 7. Reduce inventory and inventory carrying cost. 8. Reduce manpower cost. 9. Reduce material cost. 10. Improve sales and customer service. And 11. Efficient financial management. ഇത് എത്ര 11 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്ത് തരുന്നു ERP ഏതൊരു ബിസിനസ് എൻവയോൺമെന്റിലും. ദസ് ERP ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടറായിട്ട് ബിസിനസ് എൻവയോൺമെന്റിൽ മാറുന്നു. ഓക്കെ, ദിസ് ഈസ് all about need for ERP in business. Okay, I am hereby concluding.